നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നന്ദുവായിട്ട് അനി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്തിയെ അങ്ങോട്ടേക്ക് വരുന്നത്. അത് നന്ദു അവന്തിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനി കോള് കട്ട് ചെയ്തു. അങ്ങനെ അവന്തിക വന്നിട്ട് ചോദിച്ചു, അനിയേട്ടൻ തിരക്കിലായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ല. എന്താ അവന്തിക? അതെ, അനിയേട്ടന് വേണ്ടിയിട്ട് ഞാൻ ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡ്രസ്സോ? അതെ, എനിക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയതാ. അപ്പോഴെനിക്ക് ഒരു ഷർട്ടും മുണ്ടും കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഓർത്തു നാളെ 3-ാം മാസത്തെ ചടങ്ങല്ലേ, ആ ചടങ്ങിന്റെ സമയത്ത് അനിയേട്ടൻ ഇത് ധരിക്കാലോ എന്ന് കരുതി ഞാൻ വാങ്ങിയതാന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അനിയുടെ കയ്യിലേക്ക് അത് കൊടുത്തു. അനി അത് നോക്കി. എനിക്ക് കളറൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. കളറൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളെ ഈ ഡ്രസ്സ് ധരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അനി പെട്ടുപോയി. എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് അനി പറഞ്ഞു, അല്ല അത് പിന്നെ നാളത്തെ ഫംഗ്ഷനുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കുവാന്ന് പറഞ്ഞു. അതിനെന്താ, അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടെ ഈ ഷർട്ടും മുണ്ടും ധരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അനിയായിട്ട് ഇഷ്ടപ്പെട്ട കളറല്ലേന്ന് ചോദിച്ചു. അല്ല അതെങ്ങനെ ശരിയാവും, ഞാനത് നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കല്ലേ, എല്ലാം എടുത്ത് വെച്ചിരിക്കുവാന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല. ഇനിയിപ്പൊ അനിയാണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടേ പറ, ഞാൻ മുത്തശ്ശിയോടും ഒക്കെ പറഞ്ഞോളാം. ഞാൻ സെലക്ട് ചെയ്യുന്നത് തത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇട്ടില്ല എന്നൊക്കെ. അത് കേട്ടപ്പോ അനി ആകെപ്പാടെ പെട്ടുപോയി. പിന്നീട് അവധി പറഞ്ഞു, അതെ അനിയന്റെ സൈസിനനുസരിച്ചുള്ള ഞാൻ മേടിച്ചേക്കുന്നത് 42. അതെനിക്ക് കുറച്ച് വലുതാണല്ലോ. ഷർട്ട് ഇത്തിരി ലൂസ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ അതിൽ ഇത്ര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നേ, അത് മതി അനിയേട്ടാ, നാളെ ധരിച്ചേക്കണമെന്നൊക്കെ പറഞ്ഞു. ശരി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവന്തിക്ക് സന്തോഷത്തോടെ അങ്ങോട്ട് പോയി. എന്താ ചെയ്യണ്ടേ, ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നോട് തോന്നി എനിക്ക്. അനി ഒടുവില് നന്ദുവിനെ വിളിക്കുകയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാന്ന് എഴുതിയിട്ട്. നന്ദുവിനെ വിളിച്ചിട്ട് നന്ദുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ്. പെട്ടുപോയാലും ഇനിയിപ്പോ എന്ത് ചെയ്യും? നന്ദുവിനെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. നാളെ താനും ഇവള് വാങ്ങിയത് ഇട്ടോണ്ട് പോയില്ലെങ്കിൽ അത് പ്രശ്നമോ, നന്ദു വാങ്ങിയതിട്ടില്ലെങ്കിലും അത് അതിനേക്കാളും പ്രശ്നമോ. എന്താ ചെയ്യണ്ടേ, വല്ലാത്തൊരു കൺഫ്യൂഷനായിപ്പോയി അനി. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ വസ്നര മുത്തശ്ശി 3-ാം മാസം ചടങ്ങിന് പോകാനായിട്ട് റെഡിയാകുവാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ട് വന്നു. മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു, അതെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇനിയിപ്പോ ഒന്നുകൂടി ട്രയൽ ചെയ്ത് നോക്കണോ? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ, ഞാനെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെ ആന്ന് പറഞ്ഞു. എന്നാലും ആൾക്കാരൊക്കെ നിൽക്കണ സമയത്ത് വീഡിയോ കോൾ വിളിക്കാന്ന് പറഞ്ഞാലേ എല്ലാത്തിനും ഞാനായിരിക്കുമല്ലോ മുൻകൈ എടുത്ത് അവിടെ നിൽക്കണ്ടേ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പൊ പിന്നെ അതിന്റെ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞാലോ? ഇപ്പൊ അങ്ങനെയായെന്ന് ചോദിച്ചു. അല്ല ഞാനങ്ങോട്ട് പറഞ്ഞതാ, ബുദ്ധിമുട്ടുണ്ട് വേണ്ടോന്ന് പറഞ്ഞു. അല്ല ഞാൻ ചെയ്തോളാം, വീഡിയോ കോൾ ചെയ്തോളാം. പക്ഷെ ഇതിനു മുമ്പ് ഞാനിങ്ങനെയൊന്നും വീഡിയോ കോളും ചെയ്തിട്ടില്ലോ. കാണുന്നവരവർക്ക് ഫോണിൽ സംസാരിച്ച് ചെയ്യുമ്പോ മുത്തശ്ശിക്ക് ഇത് എന്ത് പറ്റി, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന്. അതൊന്നും സാരമില്ല. പിന്നെ ഇന്നലെ അനി കണ്ടതല്ലേ വസ്നര വീഡിയോ കോൾ സംസാരിക്കുന്നത്, അതുകൊണ്ട് വീഡിയോ കോളൊക്കെ ചെയ്യാൻ പഠിച്ചെന്ന് അവര് ഓർത്ത് കാണും, നേരത്തെ പഠിച്ചതായിരിക്കുമെന്ന്. അതുകൊണ്ട് ആ കാര്യം ഒന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എന്നാലും എല്ലാവർക്കും ഒരു പ്രതീക്ഷ കാണുമായിരിക്കും ഞാൻ ചെല്ലുമെന്നുള്ളേ. സാരമില്ലടോ, എല്ലാം ശരിയാകുന്നൊരു ദിവസം വരും, ഇപ്പോഴിങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് അനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അവള് അവന്തിക മേടിച്ചു കൊടുത്താ ഇട്ടത്. ഒരു പക്ഷെ അത് ഇട്ടില്ലെങ്കിൽ പണിയാകുമെന്ന് മനസ്സിലായി. നന്ദു വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്തിക ചെന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ പറയും. അപ്പൊ അവര് ചോദ്യമായി പറച്ചിലായി, പിന്നെ അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഡ്രസ്സ് ധരിച്ചത്. അപ്പോഴേക്കും അവന്തിക റെഡിയായിട്ട് അങ്ങോട്ട് വന്നു. അവന്തിക വന്നിട്ട് കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ, അനിയേട്ടനെ കാണാനെന്ന് പറഞ്ഞു. അതെ നീ തന്നെ വാങ്ങിച്ച് വന്നോണ്ടല്ലേ ഇങ്ങനെ സൂപ്പറാന്ന് പറയണെന്ന് ചോദിച്ചു. പിന്നെ അതുകൊണ്ടൊന്നുമല്ല, ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ ചോദിക്കാന്ന് പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നേരെ മുത്തശ്ശനെ മുന്നിൽ ചെന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് അനിയേട്ടൻ്റെ ഈ ഡ്രസ്സ് കൊള്ളാവെന്ന് ചോദിച്ചു. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. കേട്ടില്ലേ അനിയേട്ടാ, ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്താ, പക്ഷേ അനിയേട്ടൻ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം രാവിലെ നന്ദുവിനെ ഒന്ന് വിളിച്ചു നോക്കിയായിരുന്നു അനി. വിളിച്ചു നോക്കിയിട്ട് ഒരു കോൾ എടുത്തില്ല, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ അനി വിചാരിച്ച ഇനിയിപ്പം അവധിയല്ലേ, അവധി എന്ന് പറഞ്ഞാൽ ലീവ് എടുത്തിരിക്കുന്നതായതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നൊന്നും കോൾ വരാതിരിക്കാൻ വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും. അതുകൊണ്ടൊന്നും വിളിച്ചു പറയാനും പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു ടെൻഷൻ അനിയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് അനി മുത്തശ്ശനോട് ചോദിച്ചു, അല്ല മുത്തശ്ശൻ ചടങ്ങിന് വരുന്നില്ലേന്ന് ചോദിച്ചു. മുത്തശ്ശൻ ദേഷ്യപ്പെട്ട അനിയനെ ഒന്ന് നോക്കണം, അത് ശരിക്കും ദേഷ്യം അഭിനയിക്കുന്നതാണ്. അപ്പോഴേക്കും മുത്തശ്ശി ചാടിക്കറി പറഞ്ഞു, അനി ഇന്നലെ അതിനുള്ള ഉത്തരവൊക്കെ തന്നല്ലേന്ന് ചോദിച്ചു. പിന്നെ എപ്പോഴും എന്തിനാ മുത്തശ്ശനോട് അത് തന്നെ ചോദിച്ചു മുത്തശ്ശനെ ദേഷ്യപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ജാനകി ഇറങ്ങി വരുന്നത്, ജാനകിയും ജയനും കൂടെ. ജാനകി വന്നിട്ട് ചോദിച്ചു, അല്ലച്ച അച്ഛൻ വരണില്ലേന്ന് ചോദിച്ചു. മുത്തശ്ശി പറഞ്ഞു, ഇപ്പൊ അതിനുള്ള ഒരു മറുപടി കൊടുത്തോളൂ എനിക്ക്, ഇനി വരുന്നവർ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുവാണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, എങ്കിൽ ശരി അച്ഛാ, ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞു.
മുത്തശ്ശൻ പറഞ്ഞു പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ചെന്നിട്ട് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുത്തോണ്ട് എന്നെ കാണിക്കാനായിട്ട് വന്നേക്കരുത്, എനിക്കതൊന്നും കാണണ്ട, ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അനിയുടെ ജയന്റിയൊക്കെ മുഖം മാറി. മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനെ ഒന്ന് നോക്കി. ബിസിനസിന് മാത്രമല്ല അഭിനയിക്കാനും നന്നായിട്ടറിയാം, നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് മുത്തശ്ശി പറയണം. അങ്ങനെ ഒടുവിൽ അവരങ്ങ് എഴുന്നേറ്റങ്ങോട്ട് പോകുന്ന സമയത്ത് മുത്തശ്ശി ഒന്ന് തിരിഞ്ഞു നോക്കി മുത്തശ്ശനെ, എല്ലാം ഓക്കെ എന്നുള്ള രീതിയിൽ. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം മുത്തശ്ശി നേരെ പൂജാമുറിയിലേക്ക് വന്നു. പൂജാമുറി ചെന്ന് വിഘ്നേശ്വരോട് പ്രാർത്ഥിക്കുക, എൻ്റെ വിഘ്നേശ്വര, ഒരു തടസ്സവും കൂടാതെ നയനമോളുടെ 3-ാം മാസ ചടങ്ങ് നടക്കണേ, ഒരാപത്തും കൂടാതെ നല്ല ഒരു കുഞ്ഞിനെ അവർക്ക് കൊടുക്കണേ, നല്ല ആയുസ്സും ആരോഗ്യമുള്ള നല്ല കുഞ്ഞിനെ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് മനോരി പ്രാർത്ഥിക്കുകയാണ് മുത്തശ്ശന് പോവാത്തൻ്റെതായ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അത് ആരുടെ മുന്നിൽ കാണിക്കാനൊന്നും പറ്റില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നവ്യ ഹാളിലേക്ക് ഇറങ്ങി വരുവാണ്. അഭിയുണ്ട്. ആ സമയത്താണ് ജലജ ഇങ്ങോട്ടേക്ക് വരുന്നത്. അല്ല, നിന്റെ അനുജത്തിയുടെ 3-ാം മാസ ചടങ്ങല്ലേ, അതിഗംഭീരമായിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു നടത്തട്ടെ, അതിന് എനിക്കിപ്പോ എന്താന്ന് ചോദിച്ചു. എന്നാലും നിന്റെ വീട്ടുകാരെ സമ്മതിച്ചു വന്നിരിക്കുന്ന നവ്യയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുവാണ് ജലജ. ഇങ്ങനെയുണ്ടോ ഒരമ്മയും അച്ഛനും അനുജത്തിയൊക്കെ? കാരണം നിന്നെ അഭിയാൻ തെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ അവര് പറഞ്ഞുണ്ടാക്കിയത്. ചന്തുമോള് അനഘയുടെ കുഞ്ഞാന്ന് വരെ പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം നബി പറഞ്ഞു, പറയട്ടെ അമ്മേ, എനിക്ക് അതിനകത്ത് വിഷമമൊന്നുമില്ല, ഞാൻ ഇവനെ അവിശ്വസിച്ചിട്ടൊന്നുമില്ലല്ലോ അഭിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഭി പറഞ്ഞു, ഇന്ന് പോയിട്ട് അവർ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ കോലാഹലങ്ങളോ ഉണ്ടാകുന്ന അറിയത്തില്ല, വീണ്ടും നമ്മളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുമെന്ന് പറഞ്ഞു. നവ്യ പറഞ്ഞു, ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു വിശ്വാസക്കുറവും നിന്നിലുണ്ടാകത്തില്ല. പണ്ടത്തെ പോലെ നിന്നെ ജയിലിലിടാൻ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഡേവിഡ് സാറ് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. മുമ്പത്തെ പോലെ ഒന്നുമല്ല, ഡേവിഡ് സാർ സ്ട്രോങ് ആയിട്ട് എന്നോടൊപ്പം ഉണ്ട്, അതുകൊണ്ട് നിന്നെ ഏത് ആപത്തിൽ നിന്നോ അദ്ദേഹം രക്ഷിച്ചോളും, ആ കാര്യത്തിലൊന്നും എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞു. ആ സമയം ജലജ പറഞ്ഞു, അല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയ നവിയെ, ഇവിടെ എനിക്കിപ്പോ ഏൺ ജ്വല്ലറിയിൽ മാനേജറായിട്ട് ജോലി കിട്ടി. ഇപ്പൊ ബാക്കി വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ ഇങ്ങനൊരു സൗഭാഗ്യം ഉണ്ടാകുന്നെങ്കിൽ ഇവിടെ അതിഗംഭീരമായിട്ട് അവർ ആഘോഷിക്കുമല്ലോ. ഇപ്പൊ കണ്ടില്ലേ, ഇവനൊരു ഭാഗ്യം ഉണ്ടായി കഴിഞ്ഞപ്പോ അത് ആർക്കും ഒന്നും തിരിഞ്ഞു പോലും നോക്കണ്ട. അല്ലെ പൂജകളായി കാര്യങ്ങളായി എന്തൊക്കെ ഇതായിരുന്നു, ഇതിപ്പോ നമ്മൾ തന്നെ നടത്തേണ്ട ഗതികേടാന്ന് പറഞ്ഞു. അത് സാരമില്ല അമ്മേ, നമുക്ക് നടത്താന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നേ. മുത്തശ്ശൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, അച്ഛൻ എന്താണെങ്കിലും 3-ാം മാസ ചടങ്ങിന് പോകാത്ത എന്തുകൊണ്ട് നന്നായെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, എനിക്ക് പോണം തോന്നിയില്ല, ഞാൻ പോയില്ല, പുകഞ്ഞു കൊള്ളി പുറത്തെന്നല്ലേ പറയണേ, അങ്ങനെയുള്ളിടത്തേക്ക് എനിക്ക് പോകേണ്ട കാര്യമില്ല. ആ സമയം നബി പറഞ്ഞു, ഈ കാര്യത്തിൽ ഞാൻ മുത്തശ്ശനെ സമ്മതിച്ചിരിക്കുന്നു, നേരെ വാ നേരെ പോന്നുള്ള സ്വഭാവമല്ലേ. മുത്തശ്ശൻ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ വേണേ പോവായിരുന്നു, ഞാൻ എന്താണെങ്കിലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം വരുത്താൻ പോകുന്നില്ലായിരുന്നു. ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഞാൻ പോകുന്നില്ല, പക്ഷെ മറ്റുള്ളവരെ ഞാൻ തടയുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും അമ്മയെ പറഞ്ഞു വിടണ്ടായിരുന്നു എന്ന് ജലജ പറഞ്ഞു. അതിനുള്ള മറുപടിയല്ല ജലജ ഇപ്പം ഞാൻ തന്നേ. വസുന്ധരയെ തടയാനായിട്ട് എനിക്ക് അവകാശമില്ല, വസുന്ധരയ്ക്ക് പോകണമെങ്കിൽ പോവാം, ഞാൻ എന്തിനാ തടയണമെന്ന് ചോദിച്ചു. ആ സമയം ജലജ പറഞ്ഞു, അത് പിന്നെ അച്ഛാ, ഇവൻ ഏൺ ജ്വല്ലറി മാനേജറായിട്ട് പോവല്ലേ, അപ്പോൾ ഒരു പൂജകളും കാര്യങ്ങളൊക്കെ നടത്തായിരുന്നു, അതിന് പൂജകൾ നടത്തണമെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? അല്ല, അത് പിന്നെ നടത്തണമെങ്കിൽ നടത്തിക്കോ, പക്ഷെ ഒരു കാര്യമുണ്ട്, നീയൊക്കെ നടത്തണ സമയത്ത് ഒരു കാര്യം ഭഗവാനോട് പ്രത്യേകം പറഞ്ഞേക്കണം, ഇവന് നല്ല ബുദ്ധി കൊടുക്കണമെന്ന്. കാരണം ഇവൻ അവിടെ ചെന്നിട്ട് ആ കമ്പനിയെ തകർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കണം, എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ നബി പറഞ്ഞു, മുത്തശ്ശ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഹബി എന്ത് തെറ്റിയെന്നാ പറയണേ, ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവരൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തായെന്ന് ചോദിച്ചു. അവരൊക്കെ നല്ല സുഖിച്ച് ഇവിടെ കഴിഞ്ഞില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം മുത്തശ്ശൻ നബിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, നീ ഇവനുണ്ടല്ലോ ഹബി, ഇവനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം നിനക്ക് കരയേണ്ടതായിട്ട് വരും, നല്ല രീതിയിൽ കരയേണ്ടതായിട്ട് വരും. പറഞ്ഞില്ല കേട്ടില്ല എന്ന് വേണ്ട, എപ്പോഴും ഇത് നിന്റെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴേക്കും അബിയുടെ മുഖത്തൊരു പേടിയൊക്കെ ഉണ്ടായി. പെട്ടെന്ന് അബി പറഞ്ഞു, കണ്ടില്ലേ, ആദർശിനെ നയനെയൊക്കെ ഇവിടെ നിറക്കി വിട്ടു, അപ്പൊ അവര് പോയതിന്റെ ആ ഒരു സങ്കടമുണ്ട്. ഇത്ര നാള് തലയെ കൊണ്ടുനടന്ന കൊച്ചുമാനല്ലേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണത്. നീ അന്ന് കാര്യമായിട്ട് എടുക്കേണ്ട നവിയെ, എന്നോടുള്ള അസൂയ കൊണ്ടാണിത്. കാരണം ഞാൻ ഏൺ ജ്വല്ലറിക്ക് പോകുന്ന ഇവർക്കും അധികം ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സംഭവിച്ചെന്നുള്ളൂ, അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കാണുമല്ലോ, അതുകൊണ്ട് പറയണമെന്ന് പറഞ്ഞു. നബി പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനതൊന്നും വിശ്വസിക്കുന്നില്ലടാ, നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ അബിയോട് പറയുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ
കനകി ഗോതരും അവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയന ഇറങ്ങി ചെന്നു. അച്ഛനും അമ്മയൊക്കെ വന്നോ? വരാൻ അച്ഛനും നന്ദുവൊക്കെ വന്നോന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് ആനയിച്ചുകൊണ്ട് പോവാണ്. ഈ സമയത്ത് നന്ദു നോക്കിക്കഴിഞ്ഞപ്പോ അനിയൊന്നും വന്നിട്ടില്ല. ഇതെന്തായിരിക്കും ഇത്ര സമയമായിട്ടും വരാത്തെ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. അപ്പോഴേക്കാണ് മറ്റൊരു കാറോ നിൽക്കുന്നത്. കാറിനകത്തുനിന്ന് അനിയും അവന്തിക്ക് അവരെല്ലാരും കൂടി ഇറങ്ങുവാണ്. ആ കാഴ്ച കഴിഞ്ഞപ്പോ നന്ദുവിന് സഹിക്കാൻ പറ്റിയില്ല. കാരണം അനി ധരിച്ചിരുന്ന ഡ്രസ്സ് താൻ വാങ്ങിച്ചു കൊടുത്തല്ലെന്ന് നന്ദുവിന് മനസ്സിലായി. നന്ദുവിന് ഭയങ്കര സങ്കടമായി. എന്തുകൊണ്ടായിരിക്കും താൻ വാങ്ങിച്ചു കൊടുത്ത ഷർട്ടും മുണ്ടോ അവനിടാത്തെ? അവന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത അതുകൊണ്ടാണോ? അവൻ വാങ്ങിച്ചു കൊടുത്ത സാരിയാണല്ലോ താൻ ഉടുത്തിരിക്കുന്നത്. പക്ഷേങ്കില് താൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ് അവന് ഇട്ടില്ല. നന്ദുവിന് ഭയങ്കര വിഷമമായിപ്പോയി. പെട്ടെന്ന് നന്ദു നോക്കിയിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. എനിക്ക് മനസ്സിലായി അവൾക്ക് നല്ല വിഷമമായിട്ട് എന്നുള്ളത് കാര്യം. ഈ സമയം നയന പറഞ്ഞു, ബാ എല്ലാവരും അകത്തേക്ക് കയറി വരാനൊക്കെ പറഞ്ഞ് അവരകത്തേക്ക് കൂട്ടുവാണ്. അനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ടപ്പോൾ അവധി ചോദിച്ചു, എന്താ അനിയേട്ടാ വരുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ വന്നോളാം, പോയിക്കോളാൻ പറഞ്ഞു. പിന്നീട് അകത്ത് എന്നിട്ട് നയന ദേവേനെ ഒന്നുകൂടെ ഒന്ന് ഒരുക്കുവാണ്. ഈ സമയത്ത് ആകെപ്പാടെ അസ്വസ്ഥയായിട്ട് നന്ദു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ദേവേനെ ചോദിച്ചു, എന്താ നന്ദു നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. പിന്നെന്താ ഒരു മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നേ? ഒന്നുമില്ല ആന്റി എന്ന് പറഞ്ഞു. സമയം ദേവേനെ പറഞ്ഞു, അതെ എങ്കിലൊരു കാര്യം ചെയ്യാം, ബാക്കി മോള് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നന്ദുവിന്റെ കയ്യിലേക്ക് മേക്കപ്പ് ഐറ്റംസ് കൊടുക്കണം. നന്ദു നയനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നയനെ ചോദിച്ചു, എന്താ നിനക്ക് പറ്റിയത്? ഒന്നും ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അനി ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാലോ. അനിയുടെ പിന്നാലെ നീ നടക്കില്ലെന്ന് പറഞ്ഞു. പിന്നാലെ നടക്കല്ലെന്നോ? ഞാനാ? അല്ല, അമ്മയുടെ കണ്ണും അതുപോലെ തന്നെ ഇളയമ്മയുടെ കണ്ണും എപ്പോഴും നിന്റെ മേലെ കാണുമായിരിക്കും. നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ എന്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമായിരിക്കും. അതുകൊണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, ഇതാ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന് വിചാരിച്ച്, അല്ലേ തന്നെ മനുഷ്യൻ ടെൻഷനില്ലാന്ന് പറഞ്ഞു. നിനക്കെന്താ ടെൻഷന്? അല്ല, വരുന്ന വഴിക്ക് അച്ഛന് ഇതുപോലെ തന്നെ കുറെ ഉപദേശങ്ങളൊക്കെ തന്നായിരുന്നു. വരാതിരിക്കുവാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നല്ലോ. വരാതിരുന്നിട്ടുണ്ടാ കാണായിരുന്നു. ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് വന്ന് തൂക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നേനെന്ന് പറഞ്ഞു. അല്ല കൊള്ളാലോ, ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ നന്ദു, ഇത് നീ വാങ്ങിച്ചാണോന്ന് ചോദിച്ചു. പിന്നല്ലാതെ ഞാൻ അല്ലാതെ പിന്നെ വേറെ ആരാ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ഉടുത്തു കഴിഞ്ഞപ്പോ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അത് വെറുതെയാ, നിനക്ക് നന്നായിട്ട് ചേരുന്ന കളർ ഇതെന്ന് പറഞ്ഞു. ആ സമയം നന്ദു മനസ്സിലിങ്ങനെ കരുതുവാണ്, ഒരു പക്ഷെ താൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ് അവൻ ഇടുവായിരുന്നെങ്കിൽ തനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാനോ. ഇപ്പൊ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, താൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ് അവന് ഇട്ടില്ലല്ലോ എന്നൊരു സങ്കടം നന്ദുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയത്ത് മൂർത്തി മുത്തശ്ശന് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കണം. ഫോണിനകത്തേക്ക് നോക്കി എപ്പോഴാ വസന്തര വിളിക്കണമെന്ന് അറിയില്ലോ. അപ്പോഴാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. ജലജ വന്നിട്ട് പറഞ്ഞു, എന്നാലും അച്ഛൻ ചെയ്ത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു. എന്ത്? അമ്മയെ പറഞ്ഞുകൊണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? അച്ഛൻ അതിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അതെ നിന്നോട് ഇതിനുള്ള മറുപടി ഞാൻ മുമ്പേ പറഞ്ഞ, പിന്നെ ഇതും പറഞ്ഞോണ്ട് വീണ്ടും എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിച്ചു. നിനക്ക് വേറെ ഒരു ജോലിയില്ല ഇവിടെ, നിനക്ക് നിന്റെ കാര്യം നോക്കി പോയാൽ പോരെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. ആ സമയത്ത് ജലജി ഇങ്ങനെ മനസ്സിലെടുത്തു, കിളവന് പോവാത്തന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നേ. കൊച്ചുമാന്റെ ഭാര്യയല്ലേ, അപ്പൊ അവരുടെ ചടങ്ങിന് പോവാത്തന്റെ അങ്ങനെ ഇപ്പൊ കിളവ് സൂഹിക്കണ്ട എന്നൊക്കെ മനസ്സിൽ പറയാണ്. ആ സമയത്ത് മുത്തശ്ശൻ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന് എൻ്റെ അടുത്തേക്ക്? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയാനും പറഞ്ഞ് ദേഷ്യപ്പെടുക. ആ സമയം ജലജ എന്ത് പറയണമെന്നറിയില്ലാതെ ഇങ്ങനെ മുത്തച്ഛനെ തന്നെ നോക്കുകയാണ്. ഒന്ന് എരിവിരി കയറ്റി കൊടുക്കാൻ വന്നാ അത് നടന്നില്ലോ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.